മൈ ഡിയർ ബില്ലണേഴ്സ്, ശ്രീനിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലായിടത്തും, അതായത് നമ്മുടെ ഒരു 10-12 സ്ഥലത്ത് റെയ്ഡ് നടന്നു. ഒരു ഞെട്ടിക്കുന്ന വാർത്ത പോലെ ടി വിയിലെല്ലാം വന്നിട്ടുണ്ട്. 31 കോടി ED മരവിപ്പിച്ചു, അതുപോലെ തന്നെ 75 ലക്ഷം രൂപയുടെ സ്വർണം കണ്ടെത്തിയെന്നൊക്കെ. അതിൻ്റെ ഒരു ക്ലാരിറ്റി എനിക്ക് നിങ്ങൾക്ക് തരണമെന്നുണ്ട്. ഈ 31 കോടി മരവിപ്പിച്ചു എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് അല്ല. നമ്മൾ ബഡ്സിൻ്റെ ആക്ടിൽ ഹൈറിച്ച് കമ്പനിയുടെ തന്നെ സ്വത്തുക്കൾ മരവിപ്പിച്ചതിൽ ഈ 31 കോടിയും ഉൾപ്പെടുന്നതാണ്, 212 കോടിയിൽ. പക്ഷേ ഫസ്റ്റ് EDയുടെ ഫ്രീസിങ് വന്നപ്പോൾ ചില അക്കൗണ്ട് നമ്പറുകൾ, കമ്പനിയുടെ തന്നെ ചില അക്കൗണ്ട് നമ്പറുകളിൽ അത് ഫ്രീസിങ് ഉണ്ടായിരുന്നില്ല EDയുടെ, പക്ഷേ ബഡ്സിൻ്റെ അണ്ടറിൽ ഫ്രീസിങ് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് നമ്പറുകളാണ് ഇപ്പോൾ വീണ്ടും ED രണ്ടാമതും ബാങ്കിലും മറ്റൊക്കെ സെർച്ച് ചെയ്യുന്നതിലൂടെ വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്തത്. പക്ഷെ നമുക്കായാലും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ EDയുടെ ഫ്രീസിങ്, ബഡ്സിൻ്റെ ഫ്രീസിങ്, നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ എല്ലാ അക്കൗണ്ടുകളിലും ബഡ്സിൻ്റെ ഫ്രീസിങ് ഉണ്ടായിരുന്നു. പക്ഷേ ED ഫ്രീസ് ചെയ്തപ്പോൾ മുന്നേ ചില അക്കൗണ്ടുകൾ പെടാതെ പോയി. കമ്പനിയുടെ തന്നെ പേരിലുള്ള DS-20 സ്മാർട്ടെക്കിൻ്റെ ഒക്കെ അക്കൗണ്ടുകൾ പെടാതെ പോയി. ആ അക്കൗണ്ടുകളും കൂടിയും ഇപ്പോൾ പെടുത്തിക്കൊണ്ടാണ് 31 കോടി എന്ന് പറഞ്ഞിട്ട് നിലവിലിപ്പോൾ ഫ്രീസിങ് വന്നിട്ടുള്ളത്. അപ്പം സ്വർണവും പണവും കണ്ടെത്തിയെന്ന് പറയുന്നത്, 75 ലക്ഷം രൂപയുടെ മൂല്യം കണ്ടെത്തിയെന്ന് പറയുന്നത്, അത് എൻ്റെയോ പ്രതാപ് സാറിൻ്റെയോ വീട്ടിൽ നിന്നല്ല. നമ്മുടെ 10-12 ലീഡേഴ്സിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിൽ അവരുടെ ഭാര്യമാർ ഉപയോഗിക്കുന്ന, പേഴ്സണലി ഉപയോഗിക്കുന്ന ഗോൾഡ്, വീട്ടിൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്ന ഗോൾഡ്, ആ ഗോൾഡും പിന്നെ കുട്ടികളെ ഫീസ് അടയ്ക്കാൻ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന പൈസകളും, അങ്ങനെയുള്ള പൈസകളാണ് അവർ ടോട്ടൽ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. പക്ഷെ നിയമം നോക്കുകയാണെങ്കിൽ ഒരാളുടെ വീട്ടിൽ 60 പവൻ വരെ ഗോൾഡ് വെക്കാം. പക്ഷെ എന്നാലും ഒരു സ്ഥലത്ത് നിന്ന് അവരൊരു 30 പവന് മേലെയും, പിന്നെ ഒരു 3-4 ലീഡർമാരുടെ വീട്ടിൽ നിന്ന് 4 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ ആയിട്ട് അവരൊരു 12 ലക്ഷമൊക്കെ ആയിട്ട് അവർ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊന്നും ഞാനോ പ്രധാൻ സാറോ ബന്ധപ്പെട്ടുള്ള നമ്മുടെ വീടുകളിൽ നിന്നല്ല. നമ്മുടെ ലീഡേഴ്സിനോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവരാവശ്യങ്ങൾക്ക് വയ്ക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് ടോട്ടൽ അവർ പറയുന്ന ഈ 75 ലക്ഷോളം കണ്ടെത്തിയെന്നും പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. ഞങ്ങളോട് നിങ്ങൾ എത്രയും സഹകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിവേ, നല്ലൊരു വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി തരണമെന്ന്. അപ്പോൾ അറിയാലോ, 12-15 സ്ഥലത്തോളം റെയ്ഡ് നടന്നിട്ടാണ് അവർ ഈ സ്വത്ത് കണ്ടെത്തിയെന്ന് പറയണേ. അത് പിന്നെയും പറയാണ്, അവരെ ഭാര്യമാർ ഉപയോഗിക്കുന്ന ഗോൾഡൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടാണ് സ്വത്ത് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാൻ ആശംസിക്കുന്നു. ശരി.